ഏറനാട് മണ്ഡലത്തിലെ GLPS പത്തപ്പെരിയം സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ PK ബഷീർ MLA വോട്ട് ചെയ്യാനായി എത്തിയിരുന്നു. MLA ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്ദിരാ മോഡൽ എന്നൊക്കെയാണ് പ്രിയങ്കയെ പതിനും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അതിനൊത്ത വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഭൂരിപക്ഷം കൂടുമോ കുറയുമോ? എന്തായിരിക്കും? എന്ത് വിവാദം? നിങ്ങൾ പത്രക്കാരുണ്ടാക്കണം, മീഡിയക്കാരുണ്ടാക്കണം. എന്ത് വിവാദം? എന്താ വിവാദം പറയും? എന്നിട്ട് ഞാൻ അതിന് മറുപടി അറിയാം. ആ വിവാദം എന്താന്ന് പറയും? നിരവധി വിവാദങ്ങളുണ്ടല്ലോ. കോൺഗ്രസിലെ കള്ളപ്പണ ആരോപണം, അതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്തിൽ ഭക്ഷ്യക്കിറ്റിൽ പുഴു കണ്ടെത്തിയ സംഭവം. അത് മേപ്പാടി പഞ്ചായത്തിലല്ലോ, അത് ആൾക്കാർ കൊടുത്ത റവന്യൂ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് മേപ്പാടി പഞ്ചായത്തിൽ സൂക്ഷിക്കാൻ കൊടുത്ത വകുപ്പ്. അത് ഗവൺമെന്റ് ഉത്തരവാദി, മേപ്പാടി പഞ്ചായത്തല്ല ഉത്തരവാദി. പിന്നെ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ആരാ? അത് CPM ഉണ്ടാക്കിയ കഥയല്ല. ഗവൺമെന്റും പോലീസും കൂടിയിട്ട് CPM കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു നാടകം. അത് പൊളിഞ്ഞു പോയി. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് എവിടെയെങ്കിലും റെയ്ഡ് നടത്തുമ്പോൾ മീഡിയാസിനെ വിളിച്ചുണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ബന്ധപ്പെട്ട ആളും അതിൻ്റെ ഒരു ഡെപ്യൂട്ടി കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാറോ അതിൻ്റെ ഇലക്ഷൻ്റെ ഒരാൾ വേണ്ടേ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ ബുദ്ധി തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കില്ലല്ലോ. ഒരു ബുദ്ധി വരലിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നാളിപ്പോൾ CPIയിലല്ലേ ഇത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തിൽ പിന്നെ EP ഒരു പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. EP നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. EP ശുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അപ്പോൾ ആത്മകഥ എഴുതിയപ്പോൾ റിപ്പോർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ആത്മകഥയിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ അതേ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിശ്ചയിച്ചെന്ന് വരും. പക്ഷേ ഉള്ളത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ EP യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്കിൽ അദ്ദേഹത്തിന് നിരാശ ഉണ്ടാവും. അതാണ് 2ാം പിണറായി സർക്കാർ ദുർബലമെന്ന് പറഞ്ഞത്. അതെല്ലാവർക്കും ലോകം മുഴുവൻ അറിയാമല്ലോ. 2ാം പിണറായി സർക്കാർ ദുർബലമാണെന്ന്. ദുർബലമായിട്ടാണ് ഇങ്ങനെ ഓരോ വിഡിതങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുമോ? ഒരു ഭരണകർത്താവ് ചെറിയ കുട്ടികൾക്ക് വരെ അറിയില്ല എങ്ങനെ കാര്യങ്ങൾ നീക്കേണ്ടതെന്നുള്ളത്. വിവാദങ്ങളൊന്നും ഏൽക്കില്ലെന്നും പറയുകയാണ്. എന്തായാലും മറ്റിടങ്ങൾ കൂടെ അദ്ദേഹത്തിന് സന്ദർശിക്കാനുണ്ട്. ഏറനാട്ടിലെ GLPS പത്തപ്പെരിയം സ്കൂളിൽ നിന്നും ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം ഇംതിയാസ് കരീം, മലപ്പുറം.